യഹ്ഫദുക. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം. 5 വഖ്ത് നമസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. യഹ്ഫദുക, അള്ളാഹ് നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളും. യഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക തജിദുഹു അമാമക. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് എങ്ങനെ? ഹഫ്ദു അലസ് സലവാത്ത്, 5 വഖ്ത് നമസ്കാരം. യഹ്ഫദില്ലാഹ് യഹ്ഫദുക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹു നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളും. യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തുജാഹക യഹ്ഫദില്ലാഹ തജിദുഹു അമാമക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുമ്പോ നിന്റെ മുമ്പേ അള്ളാഹുവിനുണ്ടാവും. അതിന് പറഞ്ഞ ഉദാഹരണം എന്തായിരുന്നു? യൂനുസ് നബി അലൈഹിസ്സലാം പ്രയാസത്തിൽപ്പെട്ടപ്പോ അള്ളാഹുവിനെ സൂക്ഷിച്ച മനുഷ്യൻ കടലിന്റെ അകത്തിരുന്നു കൊണ്ട് അള്ളാഹു തആല ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു. അപ്പൊ ഇവിടെ 5 വഖ്ത് നമസ്കാരം. ഈ മാർക്കറ്റിൽ, ഈ പള്ളിയുടെ പരിസരത്തുള്ളവര് ലാ സലാത്ത ലിജാറിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയുടെ പരിസരത്തുള്ളവർ 5 വഖ്ത് ളുഹർ വാങ്ങി വിളിച്ചാൽ വുജൂബും മുവസ്സ, ളുഹറിന്റെ നമസ്കാരം ഏതുവരെ? അസ്ർ വരെ ഇസ്ലാം തന്നിട്ടുണ്ട്. കടയിൽ കസ്റ്റമർ നിൽക്കുന്നു, ഇട്ടേച്ചു പോടോ, പോവണ്ട. നിന്റെ മക്കളുടെ റിസ്കി, ഭാര്യയുടെ റിസ്കി വുജൂബുൻ മുവസ്സ. ളുഹറിന്റെ നമസ്കാരം അസ്ർ വരെ തന്നിരിക്കുന്നു. അസ്റിന്റെ നമസ്കാരം മഗ്രിബ് വരെ തന്നിരിക്കുന്നു. മഗ്രിബിന്റെ നമസ്കാരം ഇശാ വരെ തന്നിരിക്കുന്നു. ഇശാന്റെ നമസ്കാരം സുബഹി വരെ തന്നിരിക്കുന്നു. സുബഹിന്റെ നമസ്കാരം ഉദയം വരെ തന്നിരിക്കുന്നു. യഹ്ഫദില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും. മൻ ഹാഫള അലസ് സലവാത്തിൽ ഖംസ്, 5 വഖ്ത് നമസ്കാരത്തെ ആര് കാത്തു സൂക്ഷിച്ചുവോ, ഫി റുകൂഹിന്ന വസുജൂദിഹിന്ന വമവാഖീതിഹിന്ന വയഅലമു അന്നഹു ഹഖ്ഖുൻ മിനല്ലാഹ് ദഖലൽ ജന്ന. 5 വഖ്ത് നമസ്കാരം കാത്തു സൂക്ഷിച്ചവൻ. നമസ്കാരം ബർക്കത്താണ്, നമസ്കാരം റഹ്മത്താണ്, നമസ്കാരം ആഫിയത്താണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും വിളിച്ചു വരുത്തുവാൻ നമസ്കാരത്തിന് സാധിക്കും. അതുകൊണ്ട് ഈ പരിസരത്തുള്ളവര് കട വാങ്ങി വിളിച്ചാൽ, ളുഹറിന്റെ വാങ്ങി വിളിച്ചാൽ, കടയിൽ കസ്റ്റമർ ഇട്ടിരിക്കുന്നു, ഇമാമത്ത് നടക്കുന്നു, പോണോ? വലിയ പണക്കാരനാണ്, പൂട്ടിക്കൊണ്ട് പോവാൻ പറ്റുമെങ്കിലോ, അല്ലെങ്കിൽ അസ്ർ വരെ നമുക്ക് സമയം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ പരിസരത്തുള്ള ആളുകൾ ലാ സലാത്ത ലിജാറിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഈ സൂക്കിന് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഈ സൂക്കിൽ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.